ഹായ് ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യൂമെറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 3ാം ക്ലാസ്സുകാർക്കുള്ള മാത്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു ചെറിയ മോഡൽ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്തു നോക്കാം. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ ഈ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണം, അവരും പഠിക്കട്ടെ. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യം വരാൻ സാധ്യതയുള്ളൊരു ചോദ്യം നോക്കൂ. ഡ്രോ എ പിക്ചർ യൂസിങ് ട്രയാങ്കിൾസ്, റെക്റ്റാങ്കിൾസ് ആൻഡ് സർക്കിൾസ്. ട്രയാങ്കിൾസും റെക്റ്റാങ്കിൾസും സർക്കിൾസും വരുന്ന ചിത്രം വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കിത് ഒരുമിച്ച് വരുന്ന ഒരു വീട് വരയ്ക്കാം, അല്ലെങ്കിൽ ഇതുപോലെ നമുക്കിവിടെ തന്നിട്ടുള്ള പിക്ചർ പോലെ ഒരു കുട്ടിയെ വരയ്ക്കാം. അങ്ങനെ ഒരുപാട് ചിത്രങ്ങൾ നമ്മൾ ഓൾറെഡി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏതെങ്കിലും ഒരു ചിത്രം നിങ്ങൾക്ക് വരച്ചു കൊടുക്കാം. കണ്ടീഷൻ എന്താണുള്ളത്? അതിൽ ട്രയാങ്കിൾസും വരണം, റെക്റ്റാങ്കിൾസും വരണം, സർക്കിൾസും വരണം കേട്ടോ. Question 2. What all shapes are there in the picture given below? Count and write. നമുക്ക് താഴെ തന്നിട്ടുള്ള ചിത്രത്തിൽ ഏതൊക്കെ ഷേപ്പുകളുണ്ട്, ഓരോന്നും എത്ര എണ്ണം വീതമുണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കിക്കേ, നമുക്ക് തന്നിട്ടുള്ളതിൽ ട്രയാങ്കിൾ ഉണ്ട്, റെക്റ്റാങ്കിൾ ഉണ്ട്, സ്ക്വയർ ഉണ്ട്, സർക്കിൾ ഉണ്ട്. അത് എത്ര എണ്ണം വീതമുണ്ട്? നമുക്ക് കൗണ്ട് ചെയ്ത് നോക്കാം, കൗണ്ട് ചെയ്തിട്ട് എഴുതി നോക്കാം. ആദ്യം ട്രയാങ്കിൾസ് നോക്കാം. ട്രയാങ്കിൾസ് കൗണ്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിൽ 4 എണ്ണം ഉണ്ടെന്ന് കാണും. ഇനി നെക്സ്റ്റ് നമുക്ക് റെക്റ്റാങ്കിൾസ് നോക്കാം. റെക്റ്റാങ്കിൾസ് കൗണ്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏകദേശം ഒരു 7 എണ്ണം ഉണ്ടെന്ന് കൗണ്ട് ചെയ്യുന്ന സമയത്ത് കിട്ടുന്നുണ്ട്. ഇനി സ്ക്വയർ നോക്കാം. സ്ക്വയർ കൗണ്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് 3 എണ്ണമാണ് കിട്ടുന്നത്. ഇനി സർക്കിൾ നോക്കാം. സർക്കിള് കൗണ്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് 7 എണ്ണം ഉണ്ടെന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ചിത്രം തരികയാണെങ്കിൽ ആ പിക്ചറിൽ എത്ര എണ്ണം ഉണ്ടെന്ന് എണ്ണിയിട്ട് എന്ത് ചെയ്യണം? കറക്റ്റ് ആൻസർ എഴുതണം കേട്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. കംപ്ലീറ്റ് ദ പാറ്റേൺ. നമുക്ക് താഴെ 5 പാറ്റേണുകൾ തന്നിട്ടുണ്ട്. ആ പാറ്റേൺ പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തേത് 2 ഒരു പിക്ചർ പാറ്റേൺ ആണ്. നോക്കിക്കേ, ഫസ്റ്റ് നമുക്ക് കേർവ്സ് ആണ് തന്നിട്ടുള്ളത്. റൈറ്റിലേക്ക് ഒരു കേർവ്, താഴേക്ക് ഒരു കേർവ്, ലെഫ്റ്റിലേക്ക് ഒരു കേർവ്. ഇനി എങ്ങനെയായിരിക്കും? മുകളിലേക്ക് ഒരു കേർവ് ആയിരിക്കും കേട്ടോ. നെക്സ്റ്റ് ഒരു ആരോ മാർക്കാണ് തന്നിട്ടുള്ളത്. റൈറ്റിലേക്ക് ഒരു ആരോ മാർക്ക്, ഡൗൺ ഒരു ആരോ മാർക്ക്, ലെഫ്റ്റിലേക്ക് ഒരു ആരോ മാർക്ക്. ഇനി നെക്സ്റ്റ് അപ്പിലേക്കായിരിക്കും, മുകളിലേക്കായിരിക്കും നെക്സ്റ്റ് ആരോ മാർക്ക് വരുന്നത്. ഇനി അടുത്തത് 3 നമ്പർ പാറ്റേണുകളാണ്. ആദ്യത്തെ പാറ്റേൺ നോക്കൂ. 102, 202, 302. നെക്സ്റ്റ് ഏത് വരും? 402 വരും. ഇനി 212, 214, 216. നെക്സ്റ്റ് നമ്പർ ഏതാണ്? 218 ആണ്. പിന്നെ 211, 322, 433. നെക്സ്റ്റ് ഏത് വരും മക്കളെ? 544. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ക്വസ്റ്റ്യൻ 4. മേക്കിംഗ് റെക്റ്റാങ്കിൾസ് ആൻഡ് ട്രയാങ്കിൾസ് യൂസിങ് 12 ഈർക്കിൾ ബിറ്റ്സ്. ഹൗ മെനി റെക്റ്റാങ്കിൾസ് യു ക്യാൻ മേക്ക്? നമുക്ക് അതുപോലെ ഹൗ മെനി ട്രയാങ്കിൾസ് യു ക്യാൻ മേക്ക്. നമുക്ക് 12 ഈർക്കിളുകൾ തന്നിട്ടുണ്ട് കയ്യിൽ. ഈ 12 ഈർക്കിളുകൾ വെച്ചിട്ട് നമുക്ക് എത്ര ട്രയാങ്കിൾസും എത്ര റെക്റ്റാങ്കിൾസും ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് ചോദ്യം. എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കറിയാം, റെക്റ്റാങ്കിളിന് വേണ്ടത് എത്ര ഈർക്കിളാണ്? ഒരു റെക്റ്റാങ്കിൾ മേക്ക് ചെയ്യാൻ നമുക്ക് 4 ഈർക്കിളുകൾ വേണം. അതായത് 4 സൈഡ്സ് അല്ല റെക്റ്റാങ്കിളിനുള്ളത്. അപ്പോൾ ഒരു റെക്റ്റാങ്കിളിന് 4 ഈർക്കിൾ ബിറ്റ്സ് വേണം. അങ്ങനെയെങ്കിൽ 4 ഈർക്കിൾസ് കൊണ്ട് നമുക്ക് ഒരു റെക്റ്റാങ്കിൾ, 8 ഈർക്കിൾ ബിറ്റ്സ് കൊണ്ട് 2 റെക്റ്റാങ്കിൾസ്, 12 ഈർക്കിൾ ബിറ്റ്സ് കൊണ്ട് 3 റെക്റ്റാങ്കിൾസ് ഉണ്ടാക്കാം. അപ്പോൾ 12 ഈർക്കിൾ ബിറ്റ്സ് കൊണ്ട് ആകെ 3 റെക്റ്റാങ്കിൾസ് ആണ് ഉണ്ടാക്കാൻ പറ്റുന്നത്. ഇനി എത്ര ട്രയാങ്കിൾസ് ഉണ്ടാക്കാം? നമുക്കറിയാം, ട്രയാങ്കിൾ ഉണ്ടാക്കാൻ ഒരു ട്രയാങ്കിളിന് വേണ്ടത് 3 ഈർക്കിൾ ബിറ്റ്സ് ആണ്. അതായത് 3 സൈഡ്സ് അല്ല ഒരു ട്രയാങ്കിളിനുള്ളത്. അപ്പോൾ 3 ഈർക്കിൾ ബിറ്റ്സ് ഉണ്ടെങ്കിൽ ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കാം. 6 ഈർക്കിൾ ബിറ്റ്സ് ഉണ്ടെങ്കിൽ 2 ട്രയാങ്കിൾസ് ഉണ്ടാക്കാം. പിന്നെ 9 ഈർക്കിൾ ബിറ്റ്സ് ആണെങ്കിൽ 3 ട്രയാങ്കിൾസ് ഉണ്ടാക്കാം. 12 ഈർക്കിൾ ബിറ്റ്സ് ആകുമ്പോൾ 4 ട്രയാങ്കിൾസ് ഉണ്ടാക്കാം. അപ്പോൾ 4 ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. റൈറ്റ് ദ നമ്പർ ഗിവൺ ബിലോ ഇൻ ഡിഫറെൻറ്റ് വേസ്. താഴെ നമുക്കൊരു നമ്പർ തന്നിട്ടുണ്ട്. അതിനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ എഴുതണം. തന്നിരിക്കുന്ന നമ്പർ 680 ആണ്. നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം മക്കളെ? 608 ടെൻസ് എന്നെഴുതാം, അല്ലെങ്കിൽ 681 എന്നെഴുതാം, അല്ലെങ്കിലോ 68 ടെൻസ് എന്നെഴുതാം. ഇങ്ങനെ പല രീതിയിൽ നമുക്കിതിനെ എഴുതാവുന്നതാണ്. ക്വസ്റ്റ്യൻ 6 നോക്കിക്കേ. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. നമുക്ക് താഴെ ഒരു നമ്പർ തന്നിട്ടുണ്ട്. അതിനെ പല രീതിയിൽ എഴുതിയിട്ടുള്ളൊരു പിക്ചറാണ് തന്നിട്ടുള്ളത്, ഒരു ഡയഗ്രാണ് തന്നിട്ടുള്ളത്. അതിൽ നമ്പേഴ്സ് ചിലത് മിസ്സിംഗ് ആണ്. ആ നമ്പേഴ്സ് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ആദ്യം ഡാഷ് ടെൻസ് ഡാഷ് വൺസ്. ഇതിൽ എത്ര ടെൻസും എത്ര വൺസും ഉണ്ട് മക്കളെ? ഇതിൽ 89 ടെൻസ് ഉണ്ട്. അതായത് 89 × 10 എന്ന് പറയുമ്പോൾ 890 ആയില്ലേ? അപ്പോൾ 89 ടെൻസ് ഉണ്ട്. പിന്നെ ബാക്കി 8 വൺസ് ഉണ്ട്. അപ്പോൾ 898 ആയില്ലേ നമ്പർ? ഇനി എത്ര വൺസ് ഉണ്ട്? 898 വൺസുകളാണ് ഉള്ളത്. പിന്നെ 700, ഇത് ഇവിടെ പ്രിൻറ്റഡ് മിസ്റ്റേക്ക് ആണ്. 800 ഡാഷ് ടെൻസ് ഡാഷ് വൺസ്. 800 9 ടെൻസ് 8 വൺസ്. പിന്നെ 800 ഡാഷ് വൺസ്. 800 എന്ന് വെച്ചാൽ 800 ആയി. പിന്നെ ബാക്കിയുള്ളതെല്ലാം വൺസ് ആണ്. അതായത് 98 വൺസ്. അപ്പോൾ 800
98 ones. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഡ്രോ അബാക്കസ് ഫോർ ദ ഫോളോയിങ് നമ്പേഴ്സ്. നമുക്ക് താഴെ 3 നമ്പേഴ്സ് തന്നിട്ടുണ്ട്, 3 അബാക്കസും തന്നിട്ടുണ്ട്. ഈ നമ്പേഴ്സിൻ്റെ പിക്ചർ നമ്മൾ എന്ത് ചെയ്യണം? അബാക്കസിൽ വരച്ചു കൊടുക്കണം, പിക്ചറൈസ് ചെയ്ത് കൊടുക്കണം. ആദ്യം 202 ആണ്. 202-ൽ എത്ര 100 ആണുള്ളത്? 200 ആണുള്ളത്. അതുകൊണ്ട് 100ൻ്റെ പ്ലേസിൽ നമ്മൾ 2 ബീഡ് വരച്ചു കൊടുക്കുന്നു. 10സിൻ്റെ പ്ലേസിൽ 0 ആണ്, അപ്പോൾ ഒന്നും വരയ്ക്കുന്നില്ല. 1സിൻ്റെ പ്ലേസിൽ 2 ആണ്, അപ്പോൾ 2 ബീഡ്സ് വരച്ചു കൊടുക്കുന്നു. നെക്സ്റ്റ് നമ്പർ 921 ആണ്. 9 ഹൺഡ്രഡ്സ് ആണുള്ളത്, അതുകൊണ്ട് 9 ബീഡ്സ് വരയ്ക്കുന്നു. 100ൻ്റെ പ്ലേസിൽ 2 10s ഉണ്ട്, 2 ബീഡ്സ് വരയ്ക്കുന്നു. 1 1s ഉണ്ട്, അത് ഒരു ബീഡ് നമ്മൾ 1ൻ്റെ പ്ലേസിൽ വരച്ചു കൊടുക്കുന്നു. അടുത്ത നമ്പർ 463 ആണ്. 4 ഹൺഡ്രഡ്സ് ഉണ്ട്, 6 10s ഉണ്ട്, 3 1s ഉണ്ട്. അതുകൊണ്ട് 100ൻ്റെ പ്ലേസിൽ 4 ബീഡ്സും 10സിൻ്റെ പ്ലേസിൽ 6 ബീഡ്സും 1സിൻ്റെ പ്ലേസിൽ 3 ബീഡ്സുമാണ് വരച്ചു കൊടുക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫ്രം ദ അബാക്കസ് റൈറ്റ് ദ നമ്പേഴ്സ്. നമുക്ക് താഴെ അബാക്കസിൽ 2 നമ്പേഴ്സ് തന്നിട്ടുണ്ട്, അത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കൂ, 100ൻ്റെ പ്ലേസിൽ 2 ബീഡാണുള്ളത്, 10സിൻ്റെ പ്ലേസിൽ 4 ബീഡും 1സിൻ്റെ പ്ലേസിൽ 1 ബീഡും ആണുള്ളത്. അപ്പോൾ എന്താണ് നമ്പർ? എത്രയാണ്? 241 ആണ്. സെക്കൻഡ് അബാക്കസിൽ 100ൻ്റെ പ്ലേസിൽ 3 ബീഡും 10സിൻ്റെ പ്ലേസിൽ 5 ബീഡും 1സിൻ്റെ പ്ലേസിൽ 1 ബീഡും ഇല്ല. അപ്പോൾ ഏതാണ് നമ്പർ മക്കളെ? 350. 350 ആണ് നമ്പർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. യൂസിങ് ഓൺലി ദ നമ്പർ ഓഫ് ബീഡ്സ് ഇൻ ദ അബാക്കസ് ഗിവൺ ബിലോ ലാർജസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ യു ക്യാൻ മേക്ക്. നമുക്ക് താഴെ അബാക്കസിൽ ഒരു നമ്പർ തന്നിട്ടുണ്ട്. ഈ നമ്പർ എത്രയാണ്? 241 ആണ് അല്ലേ? ഈ 3 നമ്പേഴ്സ് വെച്ചിട്ട്, അതായത് 2 4 1 എന്നീ 3 ഡിജിറ്റുകളാണ് ആ നമ്പറിലുള്ളത്. ഈ 3 ഡിജിറ്റ് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ലാർജസ്റ്റ് നമ്പറും സ്മോളസ്റ്റ് നമ്പറും ഏതാണെന്നാണ് ചോദ്യം. ഈ 2 4 1 എന്നീ 3 നമ്പേഴ്സ് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ് മക്കളെ? 124 ഉണ്ടാക്കാം, 142 ഉണ്ടാക്കാം, 214 ഉണ്ടാക്കാം, 241 ഉണ്ടാക്കാം, 412ഉം 421ഉം ഉണ്ടാക്കാം. ഇതിലെ ലാർജസ്റ്റ് നമ്പർ ഏതാണ്? 421 ആണ്. സ്മോളസ്റ്റ് നമ്പർ ഏതാണ്? 124 ആണ്. ഹൗ മെനി 3 ഡിജിറ്റ് നമ്പേഴ്സ് യു ക്യാൻ മേക്ക് ബൈ യൂസിങ് ദ ഡിജിറ്റ്സ് 2 6 9 4 വിത്തൗട്ട് റിപ്പീറ്റേഷൻ. നമ്പേഴ്സ് ആവർത്തിച്ച് വരാതെ ഈ 2 6 9 4 എന്നീ 4 ഡിജിറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് എത്ര 3 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടാക്കാം എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ് മക്കളെ? നോക്കിക്കേ. 246, 249, 264, 269, 294, 296, 426, 429, 462, 469, 492, 496, 624, 629, 642, 649, 692, 694, 924, 926, 942, 946, 962, 964. ആകെ എത്ര നമ്പേഴ്സ് ഉണ്ടാക്കാൻ പറ്റി? 24 നമ്പേഴ്സാണ് ഉണ്ടാക്കാൻ പറ്റിയത്. ഇതിൽ തന്നെയുള്ള നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. റൈറ്റ് ദം ഇൻ അസെൻഡിങ് ഓർഡർ. ഈ നമ്പേഴ്സിനെ അസെൻഡിങ് ഓർഡറിൽ, അസെൻഡിങ് ഓർഡർ എന്ന് വെച്ചാൽ ചെറുതിൽ നിന്ന് വലുതിലേക്ക്, ഇനി വലുതിൽ നിന്ന് ചെറുതിലേക്കാണെങ്കിൽ ഡിസെൻഡിങ് ഓർഡർ എന്നായിരിക്കും കേട്ടോ. അപ്പോൾ അസെൻഡിങ് ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഓൾറെഡി ഈ നമ്പേഴ്സിനെ അസെൻഡിങ് ഓർഡറിലാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ തന്നെ അങ്ങോട്ട് എടുത്ത് എഴുതിയാൽ മതി. ഇനി ക്വസ്റ്റ്യൻ 3. വിച്ച് ഈസ് ദ ലാർജസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ യു ക്യാൻ മേക്ക് യൂസിങ് ദീസ് ഡിജിറ്റ്. നമുക്ക് ഈ നമ്പേഴ്സ് വെച്ചിട്ട്, ഡിജിറ്റ്സ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ലാർജസ്റ്റ് നമ്പർ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ലാർജസ്റ്റ് നമ്പർ 964 ആണ്. സ്മോളസ്റ്റ് നമ്പർ 246 ആണ്. ഇതിൽ തന്നെയുള്ള നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഹൗ മെനി കൗണ്ടിങ് നമ്പേഴ്സ് ആർ ദെയർ ഫ്രം 300 to 400. 300 മുതൽ 400 വരെ എത്ര നമ്പേഴ്സ് ഉണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് കാണുന്നതിനുള്ള എളുപ്പവഴി എന്താ മക്കളെ? ലാർജസ്റ്റ് നമ്പർ മൈനസ് സ്മോളസ്റ്റ് നമ്പർ പ്ലസ് 1 എന്നാണല്ലേ. ലാർജസ്റ്റ് നമ്പർ എന്ന് വെച്ചാൽ 400 ആണ്, സ്മോളസ്റ്റ് നമ്പർ 300 ആണ്. 400 മൈനസ് 300 പ്ലസ് 1. 400 മൈനസ് 300 എന്ന് വെച്ചാൽ 100 പ്ലസ് 1 എന്ന് വെച്ചാൽ 101 ആയി. ഇതിൽ തന്നെയുള്ള 5th ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഹൗ മെനി നമ്പേഴ്സ് ആർ ദെയർ ബിറ്റ്വീൻ 300 and 400 ഹൂസ് സം ഓഫ് ഡിജിറ്റ് ഈസ് 10. 300ൻ്റെയും 400ൻ്റെയും ഇടയിൽ സം ഓഫ് ഡിജിറ്റ് 10 ആയിട്ടുള്ള എത്ര നമ്പേഴ്സ് ഉണ്ടെന്നാണ് ചോദ്യം. സം ഓഫ് ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ആ 3 ഡിജിറ്റും കൂടെ കൂട്ടിയ തുകയാണ് സം ഓഫ് ഡിജിറ്റ്. അതായത് അങ്ങനെ വരുന്നത് ഏതൊക്കെ നമ്പേഴ്സാണുള്ളത്? 307 ഉണ്ട്, അപ്പോൾ 3 + 0 + 7 10 ആണ്. 316 ഉണ്ട്, 3 + 1 + 6 = 10 ആണ്. 325 ഉണ്ട്, 3 + 2 + 5 10 ആണ്. 334 ഉണ്ട്, 3 + 3 + 4 = 10 ആണ്. 343 ഉണ്ട്, 3 + 4 + 3 = 10 ആണ്.
352 ഉണ്ട്. 3 + 5 + 2 = 10 ആണ്. 361 ഉണ്ട്. 3 + 6 + 1 = 10 ആണ്. 370 ഉണ്ട്. 3 + 7 + 0 = 10 ആണ്. അപ്പോൾ ടോട്ടൽ ആകെ എത്ര നമ്പേഴ്സ് ഉണ്ട്? സം ഓഫ് ഡിജിറ്റ് 10 ആയിട്ടുള്ള 8 നമ്പേഴ്സാണ് ഉള്ളത്. ഇതിലുള്ള നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഹൗ മെനി 3-digit numbers are there in all? ടോട്ടൽ ആകെ എത്ര 3-digit numbers ഉണ്ടെന്നാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം അതിനുള്ള ഫോം എന്ന് പറയുന്നത് ഹയസ്റ്റ് നമ്പർ മൈനസ് ലോവസ്റ്റ് നമ്പർ +1 ആണ്. ഹയസ്റ്റ് 3-digit നമ്പർ എന്ന് പറയുന്നത് 999ഉം ലോവസ്റ്റ് 3-digit നമ്പർ എന്ന് പറയുന്നത് 100ഉം ആണ്. അപ്പോൾ 999 - 100 + 1. 999 നിന്ന് 100 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 899 ആണ്. +1 കൂടെ ആഡ് ചെയ്യുമ്പോൾ 900. അപ്പോൾ ടോട്ടൽ 3-digit നമ്പേഴ്സ് എന്ന് പറയുന്നത് 900 3-digit നമ്പേഴ്സാണ് ഉള്ളത്. ഇതിലുള്ള നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. രാമു ബോട്ട് എ ബാഗ്. രാമു ഒരു ബാഗ് വാങ്ങി. ഹി ഗേവ് ₹500 ടു ദ ഷോപ്പ് കീപ്പർ. അവന് കടക്കാരന് 500 രൂപ കൊടുത്തു. ദ ഷോപ്പ് കീപ്പർ ഗേവ് ഹിസ് 200 rupees 8 10 rupees നോട്ട്സ് ആൻഡ് 5 1 കോയിൻസ്. കടക്കാരൻ അവന് തിരിച്ച് 2 100 rupees നോട്ട്സും, അതായത് 100 + 100 200 ആണ്. 8 10 rupees നോട്ട്സും, അതായത് 10 + 10 അങ്ങനെ നമ്മൾ 8 തവണ ആഡ് ചെയ്യുമ്പോൾ 80 rupees ആണ്. 5 1 കോയിൻസ്, അതായത് 1 + 1 + 1 + 1 + 1 = 5 ആണ്. അത് തിരിച്ചു നൽകി. ക്വസ്റ്റ്യൻ 1. ഹൗ മച്ച് റുപ്പീസ് ഡിഡ് രാമു ഗെറ്റ് ബാക്ക്? രാമുവിന് തിരിച്ച് എത്ര രൂപയാണ് കിട്ടിയത്? നമുക്കറിയാം, നമ്മൾ പറഞ്ഞു 200 + 80 + 5 ആണ്. 285 rupees ആണ് തിരിച്ചു കിട്ടിയത്. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ കോസ്റ്റ് ഓഫ് എ ബാഗ്? ബാഗിനുള്ള വില എന്താണ്? രാമു കൊടുത്തത് 500 rupees ആണ്. ബാലൻസ് അവന് കിട്ടിയത് 285 rupees ആണ്. അപ്പോൾ ഈ 500 rupeesൽ നിന്നും 285 rupees മൈനസ് ചെയ്താൽ നമുക്ക് ബാഗിൻ്റെ വില കിട്ടില്ലേ? 200 rupeesൽ നമുക്ക് മൈനസ് ചെയ്ത് നോക്കുക. അപ്പോൾ 215 ആണ് ബാഗിൻ്റെ വില എന്ന് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. From the balance amount, Ramu changed 200 rupees notes to 50 rupees notes. How many 50 rupees notes did he get? രാമു എന്ത് ചെയ്തു? ഈ 2 100 രൂപയുടെ നോട്ട് 50 രൂപയുടെ നോട്ടുകളാക്കിയിട്ട് ചേഞ്ച് ചെയ്ത് തരണമെന്ന് പറഞ്ഞു കടക്കാരനോട്. അപ്പോൾ നമുക്കറിയാം, ഒരു 100 rupee നോട്ടിൽ 2 50 rupee നോട്ട്സ് ആണല്ലേ ഉള്ളത്. അതായത് 50 + 50 ആണ് 100. അപ്പോൾ 200 rupeesൽ എത്ര ഉണ്ടായിരിക്കും? 50 + 50 + 50 + 50 അല്ലേ? 4 50 rupees നോട്ട്സ് ഉണ്ടായിരിക്കും. ഇനി ഇതിലെ ഫൈനൽ ക്വസ്റ്റ്യൻ. ഇഫ് രാമു ഗോട്ട് 20 rupee നോട്ട്സ്, ഹൗ മെനി നമ്പർ ഓഫ് 20 rupee നോട്ട്സ് വിൽ ഹി ഗെറ്റ് ഫോർ ദ 200 rupee നോട്ട്സ്? നമുക്കറിയാം, ഒരു 100 rupee നോട്ട്സിൽ 5 20 rupee നോട്ട്സ് ആണ് ഉള്ളത് അല്ലേ? 5 20 rupee നോട്ട്സ് ആണുള്ളത്. അപ്പോൾ 2 100 rupees നോട്ട്സിൽ എത്ര ഉണ്ടായിരിക്കും? 10 20 rupee നോട്ട്സ് ഉണ്ടായിരിക്കും. അതായത് 20 10 തവണ എഴുതി കൂട്ടുമ്പോഴാണ് നമുക്ക് 200 ആൻസർ വരുന്നത്. അതുകൊണ്ട് 20 rupeesൻ്റെ നോട്ട്സ് 10 എണ്ണമായിരിക്കും ഉണ്ടായിരിക്കുക എന്ന് പറയാം. അപ്പോൾ മക്കളെ, ഏകദേശം ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നത്. മോഡൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തതുപോലെ നല്ലതുപോലെ ആ മെത്തേഡ് ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് ആദ്യത്തെ 3 ചാപ്റ്റേഴ്സ് ആയിരിക്കും എക്സാമിന് പ്രതീക്ഷിക്കാവുന്നത്. ആദ്യത്തെ 2 ചാപ്റ്റേഴ്സ് നല്ലതുപോലെ തറവായിട്ട് പഠിച്ചു പോവുക. 3ാമത്തെ ചാപ്റ്റർ സ്കൂളിൽ എടുത്തിട്ടുണ്ടെങ്കിൽ അതും നോക്കി പോവുക. അപ്പം വരും ദിവസങ്ങളിൽ നമ്മൾ മറ്റ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ്. ആ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ബട്ടൺ പ്രസ് ചെയ്ത് വയ്ക്കാൻ മറക്കരുതേ. അപ്പോൾ ശരി, നല്ലതുപോലെ എക്സാം എഴുതുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. താങ്ക്